ഹായ്, എല്ലാവർക്കും ശ്രീലക്ഷ്മി സുനീഷ് ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ശ്രീലക്ഷ്മീൻ്റെ ബർത്ത്ഡേ ആണ്. വലിയ ആഘോഷങ്ങളും കാര്യങ്ങളൊന്നുമില്ല. അമ്മ സുഖമില്ലാഞ്ഞിട്ട് അമ്മേൻ്റെ വീട്ടിലാണ്. അപ്പം അമ്മ ഉണ്ടാവുമ്പോൾ എന്തെങ്കിലും പറ്റുമെങ്കിൽ എന്തെങ്കിലും ഒരു കേക്ക് എന്തെങ്കിലും വാങ്ങിച്ച് മുറിക്കലുള്ളൂ. അമ്മ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ ബേക്കടിച്ച് നിന്നു. അപ്പം ഇന്നലെ 6 മണിയായപ്പോൾ ഇവളിങ്ങനെ പറഞ്ഞമ്മ എന്തെങ്കിലും ഒന്ന് വാങ്ങിത്തരാം. അപ്പം അങ്ങനെ 6 മണിക്ക് ഇന്നലെ പോയിട്ട് ചെറിയൊരു കേക്ക് വാങ്ങിയിട്ടുണ്ട്. അപ്പം അത് നിങ്ങളെ ഒക്കെ അതുപോലെ പിന്നെ എന്താ പറയുക, നിങ്ങളെല്ലാവരും പ്രാർത്ഥനയോട് കൂടി മുറിക്കാൻ പോവുകയാണ്. ഒരു ബർത്ത്ഡേ കലണ്ടർ ഞാൻ അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഉണ്ടോ, ശ്രീലക്ഷ്മിൻ്റെ ക്ലിയർ ഉണ്ടോയെന്നറിയില്ല. ബർത്ത്ഡേൻ്റെ കലണ്ടറാണ്. അപ്പോൾ അതൊക്കെ അടിച്ചിട്ടുണ്ട്. പിന്നെ അതാ കേക്ക് ഇതാ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രീലക്ഷ്മി ഇങ്ങനെ ഒരുങ്ങി നിൽക്കുകയാണ്. മുറിച്ച ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു ശ്രീകുട്ടി, ഹാപ്പി ബർത്ത്ഡേ ടു യു. അപ്പം അങ്ങനെ ചെറിയൊരു പരിപാടിയുള്ളൂ. അമ്മ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ബേക്കടിച്ച് നിന്നു. കാരണം അമ്മയാണ് എല്ലാ ഇതിനും ഒരു ഉഷാറുണ്ടാവുന്നത്. അമ്മ ഇല്ലാത്തതുകൊണ്ട് ഒരു വലിയ ഓണം പോലും ഞങ്ങളിവിടെ ആഘോഷിക്കുന്നില്ല. അച്ഛൻ മരിച്ചതിന് ശേഷം ഞങ്ങൾ ഓണം ഉണ്ടെങ്കിലും ഓണമുള്ള സമയത്ത് ഞങ്ങൾ പൂവൊന്നും ഇടലില്ല. ഞങ്ങൾക്ക് അച്ഛൻ മരിച്ചതിന് ശേഷം ആ ഒരു ഷോക്ക് മാറിയിട്ടില്ല. പിന്നെ ഇപ്പോൾ ആളേൻ്റെ ഈ പ്രശ്നവും ഒക്കെ കൂടി ഞങ്ങൾക്ക് ഓണം ഉണ്ട്, പക്ഷെ പൂവിട്ടിട്ടില്ല. പൂടാനൊന്നുള്ളൊരു മനസ്സില്ല. ഇന്നലെ ഞായറാഴ്ച ദിവസം ടീച്ചർ അവിടേക്ക് പോയിട്ടില്ല. ഇന്നലെ സേവനവാരമൊക്കെയാണ്. അപ്പം എല്ലാതും വൃത്തിയാക്കി ശ്രീലക്ഷ്മിക്ക് കിട്ടിയ ഓരോരോ സ്കൂളിൽ നിന്നൊക്കെ ഓരോ പരിപാടിക്ക് കിട്ടിയ മൊമെൻറ്റോകളാണിത്, ട്രോഫികളും. പിന്നെ പിന്നെ ഞങ്ങളെ ചെറിയൊരു പൂജാമുറി എന്നൊന്നും പറയാൻ പറ്റില്ല. ഞങ്ങൾ കൊലായി തന്നെ സ്റ്റാൻഡിൽ വെച്ചേക്കാണ്. ഈ കൃഷ്ണനെ എനിക്കൊരാൾ ഗിഫ്റ്റ് ചെയ്തതാണ്. എന്താ പറയുക, ജീവിതത്തിലൊരാഗ്രഹം ഉണ്ടായിരുന്നു, ഗുരുവായൂരപ്പൻ്റെ ഒരു കോട്ടം. അങ്ങനെയൊക്കെ നമ്മൾ എന്താ പറയുക, അങ്ങനെ പണിയെടുക്കാനായി വാങ്ങിയതാണ് ഇതൊക്കെ. പിന്നെ കലണ്ടർ നിങ്ങൾ കണ്ടോയെന്നറിയില്ല. കാരണം കണ്ടോ, ശ്രീലക്ഷ്മീൻ്റെ ഫോട്ടോസ് വെച്ച കലണ്ടറാണ്. അപ്പോൾ രാമപുരം KM സ്റ്റുഡിയോ എന്നാണ് എടുത്തിട്ടുള്ളത്. അപ്പം അത്രയൊക്കെ ഉള്ളൂ ഞങ്ങളെ ചെറിയൊരു വ്ളോഗ്. ഞാൻ അടുക്കള കാണിച്ചു തരാം. കേട്ടോ, രാവിലെ ചായ ഉണ്ടാക്കി, ഇത് തൂക്കുപാത്രത്തിലാണ്. പിന്നെ എന്താ ചോറ് വെച്ചു. ചോറല്ല, ഇത് ചുക്കുവെള്ളമാണ്. ചോറ് വെച്ചു. പിന്നെ അങ്ങനെ പപ്പടം കാച്ചി. പിന്നെ ശ്രീലക്ഷ്മിക്ക് എന്തെങ്കിലും ഒരു കൂട്ടാൻ വേണ്ട. അപ്പോൾ ഞാൻ ചേനേൻ്റെ ഇല ഇതുണ്ടോ, കാണുന്നുണ്ടോയെന്നറിയില്ല കേട്ടോ. ചേനയില അത് ഉപ്പേരി അടുപ്പത്ത് ഇരിക്കുന്നുണ്ട്. അത് വെന്ത് തുടങ്ങി വാങ്ങാനായി. അപ്പം
അപ്പോൾ അത് ഞങ്ങളെ ഇന്നത്തെ ഒരു കുറച്ച് നേരത്തെ പരിപാടിയാണ്. എല്ലാവരും ഞങ്ങളെ പരിപാടി കാണുക, വീഡിയോസ് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അടിച്ച് പൊട്ടിക്കുക. താങ്ക് യു.